നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാളെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടായാലും നമ്മൾ അതിനെ മാറ്റും. നീയും ആതിരയും കാത്തിരുന്ന ദിവസം നാളെ തന്നെയാണ്. ഇനി ആര് വിചാരിച്ചാലും അതിനെ തടസ്സപ്പെടുത്താനും ആവില്ല. ഏട്ടത്തിയുടെ ഉറപ്പ് മതി. ഇതറിഞ്ഞപ്പോൾ മുതൽ കൂടെ നിന്നതിനും ഞങ്ങൾ ഇത്രമേൽ സഹായിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്നേഹം അത്രയ്ക്ക് ആഴത്തിലുണ്ടായതുകൊണ്ടാണ് ഞാൻ കൂടെ നിന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഇത് നടക്കും. പിന്നെ ഇതിനിപ്പോ ഞാനൊരു കാരണമാവുന്നതേ ഉള്ളൂ. സന്ദീപിനെ ആതിരെ ഒരുമിപ്പിക്കാനുള്ളത് എന്റെ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കാം. അത് ഞാൻ ചെയ്യുന്നു. വലിയ പ്രതീക്ഷയോടെയാ ആതിര നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. നാളെ ഒരു സമയം ഒരു കാരണം കൊണ്ടും നീ അവളെ ഒറ്റപ്പെടുത്തരുത്. അങ്ങനെ വന്നാ ഇത് നമ്മുടെ ഇഷ്ടത്തിന് നടത്തുന്നതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ലെന്ന് വരും. ഇല്ല അടുത്തി, നല്ലപോലെ ആലോചിച്ച ഞാൻ ആതിരെ സ്നേഹിച്ചതും ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്നതും. എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ ആതിരയോടൊപ്പം ഉണ്ടാവും. അവളുടെ പ്രതീക്ഷകൾക്ക് ഒരിക്കലും അങ്ങനെ ഏൽക്കില്ല. ഇതെന്റെ വാക്കാണ്. ഏട്ടാ, ആതിര, നാളെ രാവിലെയാണ് രജിസ്റ്റർ മാരേജ്. ഇത് എത്രയും വേഗം നടത്തണം നമുക്ക്. നാളെ രാവിലെ 9 മണി കഴിയുമ്പോൾ ആതിര വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അവിടെ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. വീടിന്റെ കുറച്ചപ്പുറത്തായി ഡോക്ടർ സന്ധ്യയും അബ്ദുൽ ഖാദറും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അവരോടൊപ്പം താൻ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നാൽ മതി. ആതിര ഓക്കെ അല്ലേ? വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാണ് സച്ചേട്ടാ. ഞാൻ രാവിലെ എത്തിക്കോളാം. നാളെ ഇത് നടന്നില്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകും. അതാ രാവിലെ അർച്ചനോടെ ഒന്ന് വിളിക്കും. പിന്നെ ഒരു കാരണവശാലും ഇത് വേറെ ആരും അറിയരുത്. എങ്കിൽ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മയും അച്ഛനും ഒക്കെ നാണം കെടുത്തിയിട്ട് ആതിര എങ്ങും പോവില്ല. വിശ്വാസമില്ലാത്തോണ്ടല്ല മോളെ. ഈ കാലത്ത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാ. അതൊന്നും നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിന് നീ ഒരു അമ്മയാവണം. കുറെ നാളായിട്ട് നിന്നെ സന്തോഷത്തോടെ ഞങ്ങൾ കണ്ടിട്ടില്ല. നിന്റെ വിഷമത്തെക്കാൾ ഇരട്ടിയാണ് ഞങ്ങളുടെ വിഷമം. അവന്റെ വീട്ടുകാരുടെ അനുവാദമൊന്നും അവൻ വാങ്ങണമെന്നില്ല. എന്നോട് വന്ന് പറയേണ്ടതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടത്തി തന്നേനെ നിങ്ങളുടെ വിവാഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.